ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. ഡോക്ടർ ദേവിക പോയതിന് ശേഷം മഹേഷ് ഇന്ന് ഇരുത്തി ചിന്തിക്കുകയാണ്. താൻ ചെയ്തത് ഇച്ചിരി കൂടിപ്പോയി എന്ന് മഹേഷിന് തോന്നിയിട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ദേവികയെ വിളിക്കുകയാണ് മഹേഷ്. ഡോക്ടർ ദേവിക സൈഡിൽ വണ്ടി ഒതുക്കി നിർത്തി എന്നിട്ട് കോൾ എടുത്തു. ഞാൻ ചെയ്തു പോയ തെറ്റ് എത്ര വലുതാണ് എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. ആ തെറ്റും പേറിയാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് എന്നെ വീണ്ടും ക്രൂശിക്കുന്നത്? വിചാരണ കഴിഞ്ഞല്ലോ, ഇനി എന്ത് ശിക്ഷ വേണേലും തന്നോളൂ, ഞാനത് ഏറ്റുവാങ്ങാൻ തയ്യാറാണ് എന്ന് ദേവിക അടിയറവ് പറയുന്നത് പോലെയാണ് സംസാരിച്ചത്. മഹേഷ് പറഞ്ഞു, ഞാൻ ഡോക്ടറോട് സംസാരിച്ചത് ഇഷിതയുടെ ഭർത്താവായിട്ടായിരുന്നില്ല. നിങ്ങൾ ചെയ്ത പ്രവൃത്തി കേൾക്കുമ്പോൾ ഏതൊരു ആളും ഇപ്പോൾ ഡോക്ടറോട് സംസാരിക്കുന്ന മഹേഷേ ഇഷിതയുടെ ഭർത്താവാണ്. ഇഷിതയുടെ ഭർത്താവിന് നിങ്ങളെ പഴി പറയാൻ പറ്റില്ല. കാരണം എനിക്ക് ഇഷിതയെ കിട്ടിയത് നിങ്ങൾ കാരണമാണ്. ആ നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് നന്ദിയല്ലേ ഉണ്ടാവേണ്ടത്? ഒരു ഭർത്താവിൻ്റെ സ്വാർത്ഥതയായി തന്നെ കണ്ടോളൂ. താങ്ക് യു ഡോക്ടർ, ഒത്തിരി നന്ദി. നിങ്ങൾ എന്തിൻ്റെ പേരിലാണെങ്കിലും ആ തെറ്റ് ചെയ്യാതിരുന്നെങ്കിൽ എനിക്ക് ഇഷിതയോ ഭാര്യയായിട്ട് കിട്ടില്ലായിരുന്നു. എൻ്റെ ജീവിതം ഞാനും എൻ്റെ മോളും മാത്രമായിട്ട് ചുരുങ്ങിപ്പോയേനെ. ഞങ്ങൾക്കിടയിൽ ഒരു തണൽമരമായിട്ട് ഇഷിതയുണ്ട്. ആ തണലിൽ ഞങ്ങൾ സന്തോഷം അനുഭവിക്കുന്നുമുണ്ട്. അവളെ മറ്റൊരാൾ സ്വന്തമാക്കുന്ന കാര്യം എനിക്ക് ഓർക്കാൻ കൂടി കഴിഞ്ഞിരുന്നില്ല. എന്തിനും നല്ലതും ചീത്തയുമായിട്ടൊരു വശമുണ്ടല്ലോ. ഡോക്ടർ സമാധാനമായിട്ടിരിക്കുക. നിങ്ങൾ ദ്രോഹിക്കുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. ഞാൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളോടുള്ള നന്ദികേടായിട്ട് മാറില്ലേ അത്? അതുകൊണ്ട് ഒരിക്കലുമില്ല. ഇഷിതയുടെ ഭർത്താവ് അത് ചെയ്യാൻ പാടില്ല. അപ്പോഴേക്കും ദേവിക പറഞ്ഞു, തെറ്റ് തന്നെയാണ്. എൻ്റെ ഈ കുറ്റബോധം ഒരിക്കലും എന്നെ വിട്ടു പോവില്ല. ഉമിത്തിയിൽ നീറിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ. ഇഷിതയോട് ഇത് തുറന്നു പറയാതെ. മഹേഷിൻ്റെ ഈ നല്ല വാക്കുകൾ എൻ്റെ മനസ്സൊരിക്കലും തണുപ്പിക്കില്ല മഹേഷ്. ഞാൻ എൻ്റെ പ്രൊഫഷൻ അവസാനിപ്പിക്കാൻ തീരുമാനമെടുത്തതാണ്. ഇനി ഒരു പേഷ്യൻറ്റിനെ ചികിത്സിക്കാൻ ഞാൻ യോഗ്യയല്ല എന്നൊരു തീരുമാനത്തിൽ. അല്ല ഡോക്ടർ അങ്ങനെ ഒരു തീരുമാനമല്ല എടുക്കേണ്ടത്. രോഗികൾക്ക് ആശ്വാസമായിട്ട് കൂടെ നിൽക്കുകയാണ് വേണ്ടത്. ചെയ്ത തെറ്റിനുള്ള പ്രായശ്ചിത്തം അതാണ്. അത് നിങ്ങളുടെ കടമയാണ്. അതിലൂടെ ഡോക്ടർ ചെയ്ത തെറ്റ് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. നിങ്ങളൊരു കഴിവുള്ള ഡോക്ടർ തന്നെയാണ്. അപ്പോഴേക്കും ദേവിക പറഞ്ഞു, എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല മഹേഷ്. മഹേഷിൻ്റെ വാക്കുകൾ എനിക്ക് ആശ്വാസമാകില്ലെങ്കിലും ഞാൻ നന്ദി പറയുന്നു. എന്നോട് ഇങ്ങനെ സംസാരിച്ചതിന്, എന്നോട് ക്ഷമിച്ചതിന് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവിക കോള് കട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് കരയാണ്. എന്തായാലും ഈ വിവരം ആദ്യം അറിയേണ്ട 2 ശുദ്ധാത്മാക്കളുണ്ട്. ഇഷിതയുടെ അച്ഛനും അമ്മയും മകളുടെ വിധി ഓർത്ത് തോരാത്ത കണ്ണീരുമായിട്ട് കഴിയുന്നവർ. പിന്നെ കാണിക്കുന്നത് മഹേഷിനെയാണ്, ഇഷിതയാണ്. ഇഷിത വാതിക്കൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. മഹേഷിനെ വിളിക്കുക. മഹേഷ് അന്തം വിട്ട് ഇഷിത ഇങ്ങനെ നോക്കുക കേട്ടോ. മഹേഷ് ഒന്ന് ഇഷിതയുടെ മുഖത്ത് നോക്കി. ഇഷിതയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റുന്നില്ല മഹേഷിന്. ഒന്നുകൂടി ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇഷിത കുറച്ചകലെ നിന്നിട്ട് ഒരു കുഞ്ഞിനെ എന്ന പോലെ ഇവനെ വിളിക്കുകയാണ് കേട്ടോ, വാ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ മഹേഷ് പതുക്കെ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ മഹേഷ് എഴുന്നേറ്റു. പതുക്കെ ആ വീൽ ചെയറിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചത്. പക്ഷേ ഇഷിത അവിടെ നിന്ന് മാഞ്ഞു പോയതുപോലെ തോന്നിയപ്പോൾ ഇഷിത എവിടെയാണെന്ന് അറിയാനായിട്ട് മഹേഷ് എഴുന്നേറ്റ് ഇഷിതയ്ക്ക് പിന്നാലെ പോയാൽ മാത്രമേ ഇഷിതയെ തനിക്ക് കിട്ടുള്ളൂ എന്ന ഒരു ചിന്തയിലാണ് മഹേഷ് എഴുന്നേൽക്കുന്നത്. അങ്ങനെ എഴുന്നേക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച മഹേഷ് എഴുന്നേറ്റ് 2 കാലിൽ ഉറച്ച് നിൽക്കുകയാണ് കേട്ടോ. വേച്ചൊക്കെ പോകുന്നുണ്ട്. എന്നാലും എഴുന്നേറ്റു കഴിഞ്ഞപ്പോഴുള്ള മഹേഷിൻ്റെ ആ ഒരു സന്തോഷം കാണണമായിരുന്നു. ഒരു ചുവട് വയ്ക്കാൻ ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് കട്ടിലേക്ക് വീണുപോയി. എന്നാലും വീണ്ടും എഴുന്നേറ്റ് വീണ്ടും ചുവടുകൾ വയ്ക്കാനായിട്ട് മഹേഷ് ഇങ്ങനെ ശ്രമിക്കുകയാണ്. ഭിത്തിയിലൊക്കെ പിടിച്ചും ഒക്കെ ആ റൂമിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു. ഒരു കൊച്ചു കുഞ്ഞ് പിച്ച വയ്ക്കുന്നത് പോലെ കുറച്ച് റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിച്ചൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴേക്കും മഹേഷിനെ ഒന്ന് നേരെ നിൽക്കാറുമായി. വളരെ ആ ഒരു പേടിയില്ലാതെ നടക്കാനും പറ്റുന്നുണ്ട്. ഇതേ സമയം സ്വപ്നവല്ലി രാമനാഥനോട് പറയുന്നുണ്ട്, ഓഹ് രാമ, എന്നെ കണ്ട അവൻ ചാടിക്കടിക്കും. അവന് സമാധാനമായെന്നൊന്ന് പോയി ചോദിച്ചേ, ചെല്ല് രാമ. അങ്ങനെ രാമനാഥ മുറിയിലേക്ക് പോകാനായിട്ട് എഴുന്നേറ്റപ്പോഴാണ് മഹേഷ് ഇറങ്ങി നടന്നു വരുന്നു. ഇത് കണ്ട് രാമനാഥൻ്റെ സ്വപ്നവല്ലി അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ്. പതുക്കെ ഭിത്തിയിലൊക്കെ പിടിച്ചാണ് മഹേഷ് നടക്കുന്നത്. എന്നാലും ആ കോറിഡോറിലൂടെ മഹേഷ് ഇങ്ങനെ നടന്നു വരുന്നത് കണ്ട് അവർക്ക് സന്തോഷിക്കണോ കരയണോ, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണോ പൊട്ടിക്കരയണോ എന്നറിയാത്ത അവസ്ഥയിലാണ്. മോനെ നീ എഴുന്നേറ്റോടാ എന്നും ചോദിച്ച് രാമനാഥൻ. രാമ, നമ്മുടെ കുഞ്ഞ് എന്നും പറഞ്ഞ് സ്വപ്നവല്ലിയും. ഇനിയെങ്കിലും ഞാൻ എഴുന്നേക്കണ്ടേ? അങ്ങനെ തന്നെ കിടന്നാൽ മതിയോ? എടാ നീ എങ്ങനെ പെട്ടെന്ന് എഴുന്നേറ്റത്? അല്ല, നീ കുറച്ച് മുമ്പ് നിനക്കൊന്ന് നിവർന്നിരിക്കാൻ എന്നെ വിളിച്ചതല്ലേ?
അച്ഛാ ശ്രമിച്ചാലല്ലേ എഴുന്നേക്കാൻ കഴിയുള്ളൂ. ഇന്നെനിക്ക് എഴുന്നേക്കണമെന്ന് തോന്നി, ശ്രമിച്ചപ്പോൾ എഴുന്നേക്കാനും പറ്റി. അപ്പോഴേക്കും സ്വപ്നവല്ലി ചോദിച്ചു, ആ സ്ത്രീ വന്നു പോയതിന് ശേഷമല്ലേ ഇതിനൊക്കെ എഴുന്നേക്കാൻ പറ്റിയത്? അപ്പോൾ അവർ ഡോക്ടറാണോ? ആ, അവർ ഡോക്ടർ തന്നെയാണ്. എന്നിട്ടാണോ നിൻ്റെ അമ്മയോട് ചൂലിന് തല്ലി ഇറക്കാനായിട്ട് പറഞ്ഞത്? ആ, അതവരർഹിക്കുന്നുണ്ട്. എന്തായാലും ഇതെൻ്റെ ജീവിതം മാറിയ ദിവസമാണ്. എൻ്റേത് മാത്രമല്ല, ഇഷിതയുടെയും. ഇനി ഒരാൾ പോലും ഇഷിതയെ പരിഹസിക്കില്ല. നീ എന്തൊക്കെയാണ് മോനെ പറയുന്നത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ ഇഷിതയെ വിളിച്ച് മഹേഷ് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയ വിവരം ഒന്ന് പറയട്ടെ. വേണ്ടച്ചാ, ഞാനും വിളിക്കാമെന്ന് കരുതിയതാ, പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. അവൾ ഇവിടെ വന്ന് എന്നെ കാണട്ടെ. എനിക്കിപ്പം തന്നെ 100ലേക്ക് പോകണം. അതിൻ്റെ ആവേശത്തിലാണ് ഞാൻ എഴുന്നേറ്റത്. മാഷിനെയും പ്രിയാമണിയമ്മയും എനിക്ക് കാണണം. സ്വപ്നവല്ലി അന്തം വിട്ടിങ്ങനെ നോക്കുക. അച്ഛനും അമ്മയും എൻ്റെ കൂടെ വാ, നിങ്ങളും കൂടെ ഉണ്ടാവണം. എന്താ മോനെ? അതെ, അവിടെ ചെന്നിട്ട് പറയാം. ഞാൻ പറയാൻ പോകുന്നത് ആദ്യം അറിയേണ്ടത് അവരായിരിക്കണം. നിങ്ങൾ വാ എൻ്റെ കൂടെ. അങ്ങനെ മഹേഷ് പതുക്കെ 101ലേക്ക് പോവുകയാണ്. സ്വപ്നവല്ലി രാമനാഥന് പിന്നാലെ. അങ്ങനെ 100ൽ കോളിംഗ് ബെല്ലടിച്ചു. കോളിംഗ് ബെല്ലടിച്ചപ്പോഴേക്ക് രാമനാഥന് സ്വപ്നവല്ലിയും കൂടെ ചെന്ന് കതക് തുറന്നു. കതക് തുറന്നപ്പോൾ ദേ വന്ന് നിൽക്കുന്നു മഹേഷ്. അന്തം വിട്ടു പോയിട്ടോ. പ്രത്യേകിച്ച് പ്രഫുമാഷും പ്രിയാമണിയും കൂടി ആയിട്ടായിരുന്നു കതക് തുറന്നത്. ആ സമയത്ത് മഹേഷ് ഇങ്ങനെ വന്ന് നിൽക്കുക. പ്രിയാമണി വായൊക്കെ പൊള്ളിച്ചങ്ങോട്ട് നിൽക്കുകയാണ്. പ്രിയാമണി, നമ്മൾ എന്തായി കാണുന്നേ? മോനെ, നിനക്ക് നടക്കാൻ പറ്റിയോ? അമ്മ എന്താ കരുതിയത്? ഞാൻ ഇനി എന്നും കടന്നു പോകുന്നോ? നിങ്ങളെ വിശ്വസിപ്പിക്കാനാണ് ഞാൻ നേരിട്ട് വന്നത്. എന്നാലും രാമനാഥൻ ഈ വിവരം എന്നോട് പറഞ്ഞില്ലല്ലോ. അതെങ്ങനെ പറയും? ഞങ്ങളെ അമ്പരിപ്പിച്ചുകൊണ്ടല്ലേ ഇവൻ എഴുന്നേറ്റ് വന്നത് എന്നും ചോദിച്ച് രാമനാഥന് സ്വപ്നവല്ലിയും കൂടെ വന്നു. മോനെ, നിനക്ക് നടക്കാൻ വല്ല പ്രയാസമുണ്ടോ മോനെ? ആദ്യത്തെ പ്രയാസമൊക്കെ മാറ്റിയെടുത്തിട്ടാണ് ഞാൻ റൂമിൽ നിന്ന് പുറത്ത് വന്നത്. നിങ്ങളുടെയൊക്കെ മുന്നിൽ വീണ് പോകാൻ പാടില്ലല്ലോ. അല്ല, നിങ്ങളിത് വലിയ ആശ്ചര്യമായിട്ടൊന്നും കാണണ്ട. മഹേഷ് പതുക്കെ എഴുന്നേറ്റ് നടന്നു തുടങ്ങി എന്നങ്ങോട്ട് കരുതിയാൽ മതി എന്ന് പ്രഭുമാഷ് പറയുക. എന്നാലും മോനെ, ഇത്രയും ദിവസം ശരീരം ഒന്ന് അനക്കാൻ പോലും കഴിയാതെ കിടന്നവനല്ലേ നീ. ഞങ്ങൾ ആശ്ചര്യപ്പെടുന്നതിൽ അത്ഭുതമുണ്ടോ? എന്തായാലും ഇതിൽ കൂടുതൽ സന്തോഷം വേറെയില്ല. എന്നാൽ ഇതിലും വലിയൊരു സന്തോഷം ഞാൻ നിങ്ങളോട് പറയട്ടെ. അപ്പോഴേക്ക് സ്വപ്നവല്ലി ചോദിച്ചു, ഇനി എന്താ പറയാനുള്ളത്? എന്നാൽ എല്ലാവരും ഞെട്ടാനും കൂടി തയ്യാറായിട്ട് നിന്നു. അപ്പോഴേക്ക് അന്തം വിട്ടിങ്ങനെ നോക്കുക. ഞാൻ പറയാൻ പോകുന്നതേ ഒരു പെണ്ണിൻ്റെ ജീവിതം തകർത്ത് കളഞ്ഞ ഒരു വലിയ ചതിയെക്കുറിച്ചാണ്. ചതി എന്നൊന്നും അല്ല പറയേണ്ടത്, കൊട്ടും ചതി. ഇഷിതയ്ക്കൊരു കുറവായിട്ട് നിങ്ങളൊക്കെ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് എന്താ? അവൾക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയില്ല എന്നല്ലേ? അതല്ലേ സത്യം? അല്ല, സത്യം അതല്ല. അമ്മമാരായപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ എത്ര മക്കളുടെ അമ്മയാകാനുള്ള കഴിവ് നൽകി തന്നെയാണ് ദൈവം അവളെ ഭൂമിയിലേക്ക് അയച്ചത്. നീ എന്തിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? സ്വപ്നം, മഹേഷിന് എന്താ പറ്റിയത്? എൻ്റെ മാനസിക നില തെറ്റിയെന്നൊന്നും ആരും കരുതണ്ട. ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞങ്ങൾ മുമ്പേ ഒന്നിച്ചൊരു ജീവിതം തുടങ്ങിയെങ്കിൽ അവൾ എപ്പോഴും ഒരു കുഞ്ഞിൻ്റെ അമ്മയായേനെ. മോനെ, നീ തെളിച്ചു പറ. ഇത് പറയാനാണോ നീ വന്നത്? കൂടുതൽ വിശദീകരിക്കാനൊന്നുമില്ല. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, പക്ഷേ ഉൾനാടകങ്ങൾ അറിയില്ല. വിവാഹം കഴിഞ്ഞ ഉടനെ തലചുറ്റി വീണ ഇഷിതയെ മാധവ് ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചു. പക്ഷേ അവിടെ മനസ്സിനും ഒരു കെണി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഡോക്ടറെ കൊണ്ട് കള്ളം പറയിപ്പിച്ചു. ആ കള്ളമാണ് നിങ്ങളന്ന് കേട്ടത്. ആ കള്ളത്തിൻ്റെ പേരിലാണ് അവരുടെ വിവാഹം ഇല്ലാണ്ടായത്. ഇഷിതയെ കുടുംബത്ത് കയറ്റാതിരിക്കാൻ മനസ്സിനും അമ്മ ഒരുക്കിയ വഴിയായിരുന്നു അത്. ഡോക്ടർക്ക് പണം കൊടുത്ത് വശത്താക്കി. ഇഷിതയ്ക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള കഴിവില്ല എന്ന് ഡോക്ടർ മനസാക്ഷിക്കുത്തോടെ പറഞ്ഞു. ഇതെങ്ങനെ നീ അറിഞ്ഞോ? വിധിയുടെ തിരിച്ചടിയില്ലേ? അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. സത്യം മൂടി വെക്കാൻ എത്ര കാലം പറ്റും? മറ നീക്കി അത് പുറത്തു വരിക തന്നെ ചെയ്യും. ആ കള്ളം പറഞ്ഞ ഡോക്ടറാണ് ഇപ്പോൾ എന്നെ കാണാൻ വന്നത്. അവരുടെ കൊച്ചുമോളെയാണ് ഇഷിത രക്ഷിച്ചത്. ഡോക്ടർ ദേവിക എന്നാണ് പേര്. അവരെൻ്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഏറ്റു പറഞ്ഞു, അവർ ചെയ്ത ചതിയെക്കുറിച്ച്. അപ്പം നീ വെറുതെ അല്ല അവരോട് ഇത്ര ദേഷ്യപ്പെട്ടതല്ലേ? അപ്പോഴേക്കും അല്ല, ഇഷിതയോട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറയണ്ടേ? വേണ്ട, ഇഷിത ഇപ്പോൾ ഈ കാര്യങ്ങൾ അറിയണ്ട. അപ്പോൾ പ്രിയമണി അന്തം വിട്ട് ഇങ്ങനെ നിൽക്കാം കേട്ടോ. അതെന്താ അങ്ങനെ? അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സി യു. താങ്ക് യു.